ഗ്രോട്ടോ കാനിയൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതടിക്കാൻ പറ്റുന്നില്ല. എന്നെ പറയണ്ടേ? ഗ്രോട്ടോ കാനിയൻ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് കോഫി ആൻഡ് കോമ്പസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക്, ന്യൂ ഇയറിലെ ഫസ്റ്റ് വ്ളോഗാന്ന് തോന്നുന്നു, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഹാപ്പി ന്യൂ ഇയർ ഫസ്റ്റ് ഓഫ് ഓൾ. 2026 നിങ്ങൾക്കൊരു നല്ല ബിഗിനിങ് ആണ് തന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനും ജെഫിയും കെവിനും കൂടിയിട്ട് ഹൈക്കിങ്ങിന് പോവുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളായിരിക്കും. അതിന് മുമ്പ് ഇന്നത്തെ ഡേ ഒന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നു. വർക്കൗട്ട് ഒന്ന് തീർക്കാമെന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, നേരെ വീട്ടിലിരുന്ന് എങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്യേണ്ടത്, പിന്നെ ഹൈക്കിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഫുൾ തരുന്നതായിരിക്കും. അപ്പം കാണാം. Wow, that was a great way to start the day. പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് തീർത്തു. ഇനി നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ജെഫിയും കെവിനും എത്തും ഒരു 9 മണിയാകുമ്പോൾ അവരെത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോന്നു ഹൈക്കിന്. അതിനു മുമ്പ് എനിക്ക് നിങ്ങൾക്കൊരു കാഴ്ച കാണാനുണ്ട്. ദിസ് ഈസ് വാട്ട് കാൽഗരിയൻ സൺറൈസ് ലുക്ക് ലൈക്ക്. കണ്ടോ, ഇത്ര ബ്യൂട്ടിഫുള്ളാണ് കാൽഗറി. എസ്പെഷ്യലി ഫോൾ വിൻ്റർ ആവുന്ന സമയത്ത് ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് കാൽഗറിയിലെ സൺറൈസ്. ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. അങ്ങനെ അപ്പം നേരെ ഇനി വീട്ടിൽ പോന്നു. വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഒരു കാഴ്ച കാണിച്ചാൽ, നാട്ടിൽ നിന്ന് വന്ന ഒരുത്തനെ നിങ്ങൾ കണ്ടോ? ഒരു ഉളുപ്പില്ലാണ്ട് എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് നാട്ടിൽ പോയി എല്ലാം എൻജോയ് ചെയ്തിട്ട് വന്നിരിക്കുന്നു വൃത്തിട്ടവൻ. എന്തുവാടേ വ്ളോഗ. അപ്പം നാട്ടിൽ നിന്ന് വന്നു. പാവം ഭയങ്കര ജെറ്റ്ലാഗൊക്കെ അടിച്ച് ക്ഷീണിതനായി നിൽക്കുക. ഉറക്കം വരുന്നില്ല, രാത്രി ഉറക്കമേ വരുന്നില്ല. ഇപ്പൊ എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സമയം എത്രയാണ്? രാവിലെ 8:30 ആയിട്ടുണ്ടാവും. അപ്പം നീ റെസ്റ്റ് എടുക്ക, നേരെ പള്ളിയിൽ പോവാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കും. അപ്പം അവൻ ഇന്ന് ഹൈക്കിങ്ങിന് ഉണ്ടാവില്ല. ഞാൻ ഹൈക്കിങ്ങിന് ഉണ്ടാവില്ല. പകരം എന്റെ പയ്യന്റെ ഫ്രണ്ട്സ് ഹൈക്കിന് പോകുന്നുണ്ട്. നമ്മളെ രണ്ടാളും ഫ്രണ്ട്സ് അല്ലേ? എല്ലാവരുടെയും ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക, കൈയടിക്കുക, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ നൽകുക. ഞാൻ ഇവിടെ ഇരുന്ന് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെല്ലാരും കോഫി ആൻഡ് കോമേഴ്സിന്റെ ഒപ്പം കൂടിക്കോ. നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്. ടാടാ. ജെഫിയും പിള്ളേരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ജെഫിയും കെവിനും വന്ന് എൻ്റെ വണ്ടീൻ്റെ അകത്ത് എന്തൊക്കെയൊക്കെയോ എടുത്ത് വെക്കുന്നുണ്ട്. എന്തെങ്കിലും പരിപാടി അവരെ സെറ്റാക്കാനാണ് പ്ലാനെന്ന് തോന്നുന്നു. അങ്ങനെ അവർ വണ്ടി കയറി. ഞാനും സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇനി വണ്ടിയിലേക്ക് കയറാൻ പോവാം. ഇനി എണ്ണ അടിക്കണം, പിന്നെ ടിമ്മു വയ്ക്കണം. രാവിലെ തന്നെ മുന്തിരിങ്ങ അടിച്ച് മാറ്റി തിന്നുന്ന ജെഫിയാണിത്. പിന്നെ കെവിനുണ്ട് അവിടെ. അപ്പോൾ ഇനി ടിമോട്ടൻസിൽ വെച്ച് കാണും. അപ്പം ഞാനിവിടെ ഇപ്പം വണ്ടിക്ക് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ജെഫിയും കെവിനും നേരെ ടിമോട്ടൻസിൽ പോയി കോഫി വാങ്ങിക്കാനുള്ള പരിപാടിയാണ്. നടക്ക്. ഇതിൻ്റെ സന്തോഷത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഒഴിവാക്കിയിടെ. അതെ, ഇവിടെ സ്നോ കൂടുതലായതുകൊണ്ട് നമ്മൾ ഇതേപോലെ സ്പൈക്സ് ഇടേണ്ടി വരും. ഇല്ലെങ്കിൽ തെന്നി പണ്ടാരടങ്ങും. ഇവൻ്റെ കണ്ട കാല് സ്പൈക്സ്. ജെഫിക്ക് സ്പൈക്സ് ഇട്ട് കൊടുക്കുകയാണ് കെവിൻ. പിന്നെ ഇതാ ഞാനും സ്പൈക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്പൈക്സിൻ്റെ കഥ. ജെഫി എന്താ ചെയ്യുന്നത്? ഡൗൺലോഡ് ചെയ്തത് സൈൻ ചെയ്തു. ഓക്കെ, നീ എന്താ ചെയ്യുന്നത് കെവിന്? നല്ല തിരക്കുണ്ട് ഇന്ന് ഇവിടെ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ടെമ്പറേച്ചർ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പം മെല്ലെ ഇനി ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. പിള്ളേരെയും കൂട്ടി പോവാം. അപ്പോൾ ഗ്രോട്ടോ കാനിയൻ ഹൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ഇതിൻ്റെ അകത്ത് മാപ്പ് വെച്ചിട്ടുണ്ട്, വാച്ചിൻ്റെ അകത്ത്. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക്
അപ്പം ഇനി ഹൈക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. എന്തൊക്കെയോ വായിക്കുന്ന ജെഫി കെവിനെ നോക്കി നടന്നു. ഈ ആവേശം അവസാനം വരെ കണ്ടാൽ മതിയായിരുന്നു. ഹൈക്ക് കയറുമ്പോൾ പൊതുവെ അതെ കണ്ടോ ഭയങ്കര സ്നോവാ. അപ്പോൾ അതുകൊണ്ട് സ്പൈക്സ് ഉള്ളത് വളരെ നല്ലതാണ്. പൊളി സ്പൈക്സ് അല്ലേ? എന്താ ചെപ്പി? സമ്മറിൽ ശരിക്കും ഇത് അടിപൊളിയായിരുന്നു. എന്താ വണ്ടിക്കകത്ത് എടുക്കണമെന്ന് പറഞ്ഞു. ഷെയ്ഡ്സ് എടുക്കാൻ പറഞ്ഞ് വിഷമത്തിൽ നിൽക്കുന്ന കെവിനാണ് നിങ്ങൾ കാണുന്നത്. നമ്മളങ്ങനെ ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു. എന്താ പറയുന്നത് ജെഫി? നല്ല രസമുണ്ട്. എന്താ പറയുന്നത് കെവിനെ? അടിപൊളി രസമായിട്ടുണ്ട്. ഇവിടെ കണ്ടിട്ടില്ല, പറയാം. അതെ ഇത് സ്ലോ ആയിരിക്കും. അത് പക്ഷേ ഇതിൽ സൈസ് ശരിക്കും ഇത്രയും കയറ്റം വെച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് തെങ്ങായിരിക്കും. ആ വിൻഡുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ മാറി ഇപ്പോൾ കുറച്ച് ശാന്തമായ സ്ഥലത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ജെഫി ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. കെവിൻ പ്രകൃതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ സ്നോ ഉണ്ട്. അവിടെ എന്ന് പറയുന്നത് മിക്കവാറും സ്നോ മെൽറ്റ് പ്യുവർ ഐസാണ്. ഇപ്പോൾ ജെഫി നടക്കുന്നത് എന്താ പറയുക ഐസിലേക്ക് കൂടിയാണ്. സ്പൈക്സ് ഉള്ളതുകൊണ്ട് നല്ല ഗ്രിപ്പുണ്ട്. കണ്ട ആ ഒരു കളർ വ്യത്യാസം. അപ്പോൾ നമ്മൾ നേരെ ഇനി ഐസിലേക്ക് കൂടി നടക്കാൻ പോവാ. ആദ്യം കെവിൻ. ഇവിടെ ശരിക്കും സ്പൈക്സ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും അല്ലേ? അവിടെ സത്യം ഇതാ മീൻസ് എനിക്കിപ്പോൾ ഇതുള്ളതുകൊണ്ടാണ് ആ ഒരു ഫീൽ അറിയുന്നത്. അതെ എനിക്ക് ചെറുതായി. അപ്പോൾ നമ്മളിതാ നേരെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി കുറച്ച് അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മളൊരു ഫോട്ടോ സ്പോട്ടിലെത്തി. ജെഫി അമ്മായിനെ ഫോട്ടോ എടുപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. പണ്ടെങ്ങാണ്ട് ഒലിച്ചു വന്ന മരം വെള്ളം ഫ്രീസായപ്പം അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. എന്തൊക്കെയൊക്കെയോ കാണിക്കുന്ന വീണ്ടും ജെഫി. അത് സത്യം. ഇന്ന് എന്താ പറയുക സണ്ണുള്ളത് കൊണ്ടും എന്താ പറയുക നല്ല ഭംഗിയുണ്ട്. ഒച്ചയാണ് മാസ്. അത് സൺ സ്ലാപ്ഡാടാ. ഗ്രോട്ടോ ക്യാനിയനിലെ ഫ്രോസൺ വാട്ടർഫോള്. അതിൻ്റെ സൈഡിൽ ആൾക്കാർ റോക്ക് ക്ലൈമ്പിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. സെറ്റ് ഉണ്ടോ? നമ്മൾ എല്ലാവരുടെ അടുത്തു നിന്നും മാറി നമ്മളൊന്ന് ഡീടൂർ ചെയ്യാൻ. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വലിച്ചു കയറാൻ പറ്റുമോ നോക്കുന്നുണ്ട്. മോനെ കൈ വേണോ? വേണം. സെറ്റ്. നമ്മൾ ഡീറ്റൂർ ചെയ്ത് അങ്ങോട്ടേക്ക് പോവാ.
ഇവിടെ പറഞ്ഞ വിശ്വസിക്കില്ല, വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് ഐസിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട്, ഐസിൻ്റെ അടിയിൽ കൂടി വലിഞ്ഞു കയറാൻ പോവാണ്. എന്നെയും ബുക്ക്. അയ്യോ ഞാൻ ഫോൺ എടുക്കണോ വീഡിയോ? അയ്യോ ഞാൻ വീഡിയോ എടുക്കാം. നമ്മളിനി ഇതാ താഴോട്ടേക്ക് ക്ലൈം ഡൗൺ ചെയ്യാൻ വേണ്ടി പോവാ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വാട്ടർഫോൾ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു. എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് കണ്ടിന്യൂ ഇതാക്കാം. നമുക്കിനി ആ ഭാഗത്തേക്ക് ആണ് പോകേണ്ടത്. നമ്മൾ ലീഡ് ചെയ്തുകൊണ്ട് ജെഫി, പുറകിൽ കെവിൻ, ഇതിൻ്റെ പുറകിൽ ഞാൻ. ഇനി അങ്ങോട്ടേക്ക് കാണാം. അതെ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത ട്രെയിനിലേക്ക് കൂടെയാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കാൻ ഇതാട്ടോ, അത് വലിയ മൗണ്ടൻ, അതിൻ്റെ കാനിയനിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. മൗണ്ടൻ്റെ വലിപ്പം കണ്ട് അന്താളിച്ച ജെഫി, അതിൻ്റെ പുറകിൽ കെവിൻ, അതിൻ്റെ ഞാനും അന്താളിച്ച് നിൽക്കുന്ന ഞാൻ. ഇനി ഇതാ നേരെ മുന്നോട്ടേക്കാണ്. അവിടെ എല്ലാവരും അവിടെ സ്റ്റോപ്പ് ചെയ്തെന്ന് തോന്നുന്നു, നമ്മൾ മാത്രമേ ഇനി ഇങ്ങോട്ടേക്കുള്ളൂ എന്ന് തോന്നുന്നു. വൃത്തിയിട്ടവരെ ഗൈസ്, ഇവിടെയുള്ള വ്യൂ നിങ്ങൾ കാണണം. ഇതാണ് ഇവിടുത്തെ വ്യൂ. അടിപൊളിയല്ല, ഒരു രക്ഷയില്ല, വേറെ ലെവല് വ്യൂ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അങ്ങ് ദൂരെ ഒരു കേവ് ഉണ്ടോ, ആ കേവിലേക്കാണ് നമ്മുടെ യാത്ര. ഞാനുണ്ട്, കെവിനെവിടെടാ? ആ അതാ കെവിനുണ്ട്. ഓക്കെ, നയിക്കുന്ന ജെഫിയും. അവിടെ മുന്നിലത്തെ വ്യൂ നോക്കടാ. നമ്മളാ കേവ് എത്താനായി തോന്നുന്നു. അപ്പം എന്നാ പിന്നെ നമുക്ക് കേവ് കയറി നോക്കാം അല്ലേ? പക്ഷേ മണ്ണായിരിക്കൂലേ, അപ്പം നമുക്ക് സ്പൈക്സ് ഇട്ട സീൻ ഉണ്ടാവും തോന്നില്ല. കേവിൻ്റെ അകത്ത് ആളുണ്ടാ? ഇതാണ് നമ്മൾ പറഞ്ഞ ആ കേവ്. അങ്ങോട്ടേക്ക് കിടുക്കാച്ചി വ്യൂ. ആ കേവിൻ്റെ ഉള്ളിൽ ആരൊക്കെയോ ഉണ്ട്. ആൾക്കാർ ഇങ്ങോട്ട് വരാൻ നോക്കുന്ന. കയറുന്നുണ്ടോ അവിടെ കേവിലേക്ക്? ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോ എങ്ങോട്ടേക്കാടാ പോകുന്നത്? ഇരിക്കാനോ? നമ്മൾ തപ്പി നോക്കിയിട്ട് 1 മണിക്കൂറായി. അയ്യോ, മലേൻ്റെ ചോട്ടിൽ നമ്മളെല്ലാവരും വിശ്രമിക്കുകയാണ്. കണ്ടോ? എങ്ങോട്ടോ വിജനതയിൽ പോകുന്ന കെവിനും ജെഫിയും കണ്ടോ, അങ്ങോട്ടേക്കാണ് യാത്ര. ട്രെയിൽ ആക്ച്വലി കഴിഞ്ഞു, നമ്മൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്, നല്ലൊരു വർക്കൗട്ടാണ്. ജെഫി അവിടെ ഫോട്ടോ എടുക്കുന്നത് അത്ര പാട്ട്. ഫോട്ടോ എടുത്തെടുക്കുന്ന കെവിൻ. സത്യം കാഴ്ച നമ്മൾ
തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുത്തൻ അങ്ങ് ഓടി പോകുന്നുണ്ടോ, അങ്ങ് എല്ലാവരും തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ആ കേവ് കഴിഞ്ഞിട്ട് കുറേ നടന്നതിന് ശേഷം പിന്നെ എന്താ പറയുക റെസ്റ്റ് എടുത്തിട്ട് ഇനിയിപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇവിടുന്ന് വേറൊരു ഹൈക്കിംഗ് സ്പോട്ടിൽ പോകണമെന്ന് 3 പേർക്കും താല്പര്യമുണ്ട്. നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം തിരിച്ചും ഏകദേശം സിമിലർ കാഴ്ചകളാണ്. അപ്പം താഴെ എത്തിയിട്ട് ഇനി വണ്ടിയിൽ നിന്ന് എല്ലാവരും കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഗ്രോട്ടോ കെനിയൻ ഹൈക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറ. വളരെ നല്ല കോളിംഗ് ബെല്ലോണായിട്ട് ഓപ്പാക്ക് പറ. എന്നെ പറയണ്ടേ? ഗ്രോട്ടോ കെനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനില്ലെങ്കിൽ അല്ല, ഹൈക്ക് ഈസി ഹൈക്കായിരുന്നു, ഹാർഡ് ഹൈക്കായിരുന്നു, മോഡറേറ്റ് ആയിരുന്നു? വെരി ഈസി ഹൈക്കായിരുന്നു. സ്പൈക്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? മാൻഡേറ്ററി. കാരണം നമ്മൾ വന്ന സമയത്ത് കുറെ ആൾക്കാർ തെന്നി വീഴുന്നത് നമ്മൾ കണ്ടു. നീ വീഡിയോ എടുത്തില്ല? അപ്പൊ അത്ര മര്യാദ കിടന്നു. അതെ, പോള് നോട്ട് റെക്കമെൻഡഡ്, ആവശ്യമില്ല. അതെ, സ്പൈക്സ് പക്ഷെ ഭയങ്കര മാൻഡേറ്ററി ആണ്. ടൂക്ക് നല്ല കാറ്റുണ്ട്, പിന്നെ ജാക്കറ്റ് നിർബന്ധമാണ്. പക്ഷെ അങ്ങത്തോളം നടക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഹുഡി ഉണ്ടെങ്കിൽ മതിയായിരിക്കും, കുഴപ്പമില്ല. അപ്പം തംസപ്പ്, അടിപൊളി ഹൈക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മള് കന്നാസ്കസ് വില്ലേജിൽ പോണെന്ന് വിചാരിക്കുന്നു, ഉറപ്പില്ല. അപ്പം ഇനി അടുത്ത സ്ഥലം എവിടെയാന്ന് കാണാം. ഒന്നിക്കൽ കാൽഗരി വീട്ടില്, അല്ലെങ്കിൽ കന്നാസ്കസ് വില്ലേജിൽ, ചിലപ്പോൾ അടുത്ത ഹൈക്കിനും പോകും, പറയാൻ പറ്റൂല. ബൈ. മിച്ചറുണ്ടോ? ഫോർമേഷൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ട്രോളിന്റെ ഷേപ്പിലായിരിക്കും. നമ്മളെന്താ ഇവിടെ ജെഫി വായിച്ചോണ്ടിരിക്കും. മുന്നിൽ നടക്കുന്ന ഈ 2 യുവമിഥുനങ്ങളെ കണ്ടോ? മറ്റേ ഹൈക്ക് അത്ര പോരാ എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ അടുത്ത ഹൈക്കിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ട്രോൾ ഫോൾസ് ട്രെയിൽ അല്ലേ? നീ അല്ല കുറെ എന്തെല്ലോ വായിക്കുന്നുണ്ടേ, എന്തെങ്കിലും പറയണ്ടോ? എനർജി ഒക്കെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അയ്യടാ, ഞാൻ നേരത്തെ കണ്ടായിരുന്നു ഒരുത്തൻ ഫുൾ എനർജിയോടെ ഇതൊക്കെ ഒരു ഹൈക്കാണോ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ അവൻ നടക്കുകയാണ്. ഇത് കുഞ്ഞി ട്രെയിലാ, ഞാൻ മുമ്പ് വന്നിട്ടുള്ളതാ. ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഫോൾ ഉണ്ട്. ഇച്ചിരി കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൂടെ നടക്കണം, ബാക്കി അവിടെ വെച്ച് കാണാം. ഗൈസ്, ഇവിടെ ആൾക്കാരോ സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് റിയലി ക്യൂട്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. മഞ്ഞവെള്ളം കുടിക്കണമെന്നുള്ള സ്വപ്നമായി കെവിൻ. മഞ്ഞിടല്ലേ? നല്ല വെള്ളമല്ലേ? ഒഴുകുന്നുണ്ടല്ലോ. മഞ്ഞവെള്ളം കുടിക്കുന്നുണ്ടോ? ഇറങ്ങ്, കുടിക്കണോ മഞ്ഞവെള്ളം?
അടിപൊളിയാ? സ്പ്രിംഗ് വാട്ടർ മറ്റേ ഇതിനടിക്കത്തില്ല നാച്ചുറൽ സ്പ്രിംഗ് വാട്ടർ. കുറച്ച് ഒഴുകി പോട്ടെ എന്നിട്ട് കുടിക്കും. ഗൈസ് അങ്ങനെ നമ്മൾ ട്രോൾ ഫോൾസ് എത്തി. കണ്ട എന്തൊക്കെയൊക്കെയോ ജെഫി പറയുന്നുണ്ട്. ഇതാണ് ട്രോൾ ഫോൾസ്. ഫ്രോസൺ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ആ വാട്ടർഫോൾ, ഫുള്ളി ഫ്രോസൺ വാട്ടർഫോൾ. ഇതുണ്ടോ ഫ്രോസൺ വാട്ടർഫോൾ. കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം പോകുന്ന കാണാൻ പറ്റും. എനിക്കറിയില്ല, കണ്ടോ വെള്ളം അങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അടിപൊളിയല്ലേ? എന്താ പറയുന്നത്, എങ്ങനെയുണ്ട് ട്രോൾ ഫോൾസ്? ട്രോളിന്റെ ഫേസ് മാത്രം കണ്ടില്ല, അതെനിക്ക് നിന്റെ അടിയിലാന്ന് തോന്നുന്നു. എവിടെയോ ഉണ്ട്. അതാണോ? അതാ ആ സൈഡിൽ വ്യൂ കാണാൻ. അതിൻ്റെ മുകളിലല്ല, ഇതാണ് ട്രോളിൻ്റെ ഫേസ്. കൊടൂരമായ എലിവേഷൻ നമ്മൾ സ്പൈക്സ് ഇട്ട് കയറുകയാണ് സുഹൃത്തുക്കളെ. സ്പൈക്സ് ഉള്ളതുകൊണ്ട് നല്ല ട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ കയറി പോവാം. അത്യാവശ്യം നല്ല എലിവേഷൻ ഗെയിൻ ഉണ്ട്. അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായിപ്പിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് കാണിച്ചു തരാം. മൗണ്ടൻസ് കാണുന്നുണ്ടോ? അവിടെ മൗണ്ടൻസ് ഉണ്ട്. അങ്ങനെ ഫോൺ പിടിച്ചിട്ട് ഞാൻ കയറുന്നില്ല, ഞാൻ മുകളിലെത്തിയിട്ട് കാണിക്കാം. എന്തൊക്കെയോ ദൈവം വിളിച്ചിട്ട് ഇവരെന്നെ ഇങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട്. ഇവിടെ ഇൻഡിജിനസിൻ്റെ ഹട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക മരം കൂട്ടി വെച്ചത് കണ്ടോ? ഇതിന് പറ്റിയൊരു പിക്ചർ ഞാൻ എവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ മുകളിലിടാം. പക്ഷേ ഇത് ഇൻഡിജിനസിൻ്റെ പഴയ ഹട്ടിൽ കെവിൻ എന്തോ കണ്ടു വിളിച്ചിട്ടുണ്ട്. അതെ, എന്താ മോനെ എൻ്റെ മോനെ ചീന. അയ്യോ, അപ്പർ ഫോൾസ് എത്തി. അയ്യോ, ഉണ്ട്, വഴിയുണ്ട്. ഞാനിപ്പോൾ വാട്ടർഫോളിൻ്റെ മുകളിലേക്ക് കൂടിയാണ് നടക്കുന്നത്. വേണ്ട, അടികൂടെ വെള്ളം പോകുന്നുണ്ടോ? ഞെട്ടി വിറച്ച് കെവിൻ, വയ്യാതിരിക്കുന്ന ജെഫി. ഇത് ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പം ജെഫി അത് കുടിക്കാൻ പോവാ. അടിപൊളി. നമ്മളങ്ങനെ ബോൾഡർ ഫോൾസ് നിന്ന് നേരെ അപ്പർ ഫോൾസിലെത്തി. അപ്പർ ഫോൾസ് ഇവിടെ അപ്പർ ഫോൾസ് എന്ന് പറയുന്നത് ഇതുണ്ടോ? അയ്യോ, അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നേരെ നിങ്ങൾക്കിതാ ഇതിലേ കാണാൻ പറ്റും. ആക്ച്വലി പറഞ്ഞാൽ വിശ്വസിക്കൂല, നമ്മൾ വാട്ടർഫോളിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ലേ? ആ അതെ. ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ഇവിടെ ഫുൾ ഐസ് ആയതുകൊണ്ടാണ്. എന്നിട്ട് ഇവിടുന്ന് നേരെ ബോൾഡർ ഫോൾസിലേക്ക് താഴോട്ടേക്ക് പോയി അവിടുന്ന് നേരെ ട്രോൾ ഫോൾസിലേക്ക് അവസാനം എത്തും. അടിപൊളിയല്ലേ? നല്ല സെറ്റപ്പ്, പൊളി വൈബ്. അങ്ങനെ നമ്മൾ അപ്പർ ഫോൾസിൽ നിന്ന് നേരെ തിരിച്ചു പോവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാനഡയിൽ കാൽഗറിയിൽ എസ്പെഷ്യലി വിൻ്റർ ആകുമ്പം പെട്ടെന്ന് ഇരുടാം. ഇപ്പം തന്നെ സമയം ഓൾമോസ്റ്റ് 4:30, ഏകദേശം ഒരു 5 മണിയാകുമ്പോഴേക്ക് ഇരുടാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വണ്ടി പിടിക്കട്ടെ.
എന്നിട്ട് അത് കഴിഞ്ഞിട്ട് താഴെയുള്ള വിശേഷങ്ങൾ കാണാം. നിങ്ങൾ എന്താ പറയുക, വാണം വിട്ട പോലെ 2 എണ്ണം പോകുന്ന കണ്ടിട്ട് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഓടി പോകുന്നുണ്ടോ? ഇതേപോലത്തെ ലക്കും ലഗാനുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ ലക്കിയാണ്. നോക്കിയതാ ടിയറിനെ കണ്ട്. ഏയ് അടിപൊളി ഒരു കിടില വ്യൂ കാണിച്ചത്. അവരുടെ വോയിസ് ഇഗ്നോർ ചെയ്തോളൂ ഗൈസ്, അത് നിങ്ങൾ നോക്കണ്ട. അടിപൊളി വ്യൂ അല്ലേ? വെരി ബ്യൂട്ടിഫുൾ. ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഒന്നും പറയാനില്ല. പിന്നെ വേറെ ഒരു ഇതും കൂടി കാണിച്ചു കണ്ടോ? എന്ത് മനോഹരമായ കാഴ്ചകൾ, അടിപൊളിയല്ലേ? ഇനി ഇവിടെ തന്നെ ഒരു സ്കീ റിസോർട്ട് ഉണ്ട്. ആ സ്കീ റിസോർട്ടിലെ സ്കീ ഹിൽസ് ഞാൻ കാണിച്ചു തരാം. വിൻ്ററിൽ എസ്പെഷ്യലി കാണാൻ നല്ല ഭംഗിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കീ ചെയ്യുന്ന സ്ഥലത്ത് മാത്രം സ്നോ ആയിട്ട് ചുറ്റും മരങ്ങളെല്ലാം ആയിട്ടുള്ളൊരു വ്യൂ ആണ്. പിന്നെന്താ പറയുക, നിങ്ങളിതാ നോക്കുക, കണ്ട ആ കാണുന്നതാണ് സ്കീ ഹിൽ. അപ്പോൾ സ്കീ സ്പോർട്സിന് വേണ്ടിയിട്ട് ആ സ്നോ കാണുന്ന ഇതില്ലേ, അതാണ് അവർ സ്കീ ചെയ്യുന്ന പാത്ത്. അടിപൊളിയല്ലേ? ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രോൾ ഫോൾസും ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് കാൽഗറിയിലേക്ക് പോകണം. ട്രോൾ ഫോൾസിന്റെ അഭിപ്രായം എന്താ? It was very nice. There was 5 falls ഒറ്റയടിക്ക് 5 ഫോൾസ് തീർത്തു. അടിപൊളിയായിരുന്നു. അതെ, നല്ല ഭയങ്കര ഇതല്ലായിരുന്നു. ഞാൻ നല്ല ഫ്രഷ് വാട്ടർ കുടിച്ചത്. അതെ, വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നേരെ കാൽഗറിയിലേക്ക് പോകാനുള്ള സമയമാണ്. കാരണം ഇവിടെ ഓൾറെഡി ഇരുട്ടായി, വെളിച്ചമൊന്നുമില്ല. പിന്നെ എന്താ, കെവിൻ അവന്റെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ വ്ളോഗ് തന്നെ ചെയ്തത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ബെൽ ബട്ടൺ അമർത്തണ്ടേ? അമർത്തന്ന് മാത്രമേ എനിക്ക് അറിയത്തില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങട്ടെ. അതിലില്ല, ചുമ്മാ കോമ്പറ്റീഷൻ വേണ്ട, ഇഷ്ടമല്ല. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.